ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1885. ഇന്ന് ഫെബ്രുവരി മാസം 27-ാം തീയതി 58-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ ആദ്യ അധ്യായത്തില് ചില ചോദ്യങ്ങളെ സ്നാപക യോഹന്നാൻ നേരിടുന്നുണ്ട്. ഒട്ടും ലളിതമല്ലാത്ത ചോദ്യങ്ങൾ. എന്നാൽ വേഗത്തില് അതിനനുസരിച്ച് ഒന്ന് മാറാവും, വളരാമായിരുന്ന, ഉയരാമായിരുന്ന അവസരവുമായിരുന്നു. ചോദ്യം വളരെ ലളിതവുമാണ്, സങ്കീർണവുമാണ്. നീ ക്രിസ്തുവല്ല എന്നല്ല. ഒരു വലിയ നോമ്പ് കൂടി ഏതാണ്ട് നമ്മുടെ തൊട്ടടുത്ത് കുറച്ച് ദിവസങ്ങളുടെ മാത്രം അകലത്തില് എത്തുമ്പോ അവനവന്റെ അഹംബോധത്തെ ഒന്ന് കണ്ടെത്താനോ തിരിച്ചറിയാനോ അവയൊന്ന് ഒഴിവാക്കാനോ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനെ ഭാരതം വിളിക്കുന്നത് ആത്മജ്ഞാനം എന്നാണ്. ഈ ആത്മജ്ഞാനത്തിന്റെ അഭാവമാണ് വല്ലാതെ അഹംബോധം വളർന്നത്. അഹംഭാവം വളർന്ന് നമ്മളെക്കാൾ വലുതായെന്നില്ല, ആകാശത്തോളമായിട്ടുണ്ട്. അവിടെയാണ് ക്രിസ്തുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകന്റെ മഹത്വം. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നിലപാടെടുക്കാനായിട്ട് ഏതൊരാൾക്കും കഴിയുക? ഒരു വലിയ ആൾക്കൂട്ടമാണ് ചോദിക്കുന്നത്. അതും ആ ദേശത്തെ മതത്തിന്റെ മുന്നണിയിലുള്ള ആളുകളാണ്. ആ മത നേതാക്കന്മാരോട് തലയാട്ടിയാൽ മതി, എത്ര വേഗം തനിക്ക് ക്രിസ്തുവായി മാറാം. അങ്ങനെയാണ് നമുക്കിടയിൽ എല്ലാവരും വേഗത്തിൽ എല്ലാമൊക്കെ ആകുന്നതും നേടിയെടുക്കുന്നതും. നീ ക്രിസ്തുവല്ലേ? അല്ലെന്ന് പറയാനായിട്ട് ധൈര്യമുണ്ടാവണം. അല്ലെന്ന് പറയണമെങ്കിൽ താൻ ആരാണെന്ന് ബോധ്യമുണ്ടാവണം. താൻ ആരാന്ന് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ കയറി മേഞ്ഞ് ആരും ആകാനായിട്ട് ഇങ്ങനെ ശ്രമിച്ച് ഏറ്റവും ഒടുവിൽ ഏറ്റവും ഇളിഭരായി മാറുന്നു. ആത്മജ്ഞാനം ആവശ്യമാണ്. ഒരു നോമ്പുകാലം കൂടി വരുമ്പോൾ കുറച്ച് ആത്മജ്ഞാനം അന്വേഷിക്കാനും നേടാനും ശ്രമിക്കേണ്ടതാണ്. ഒപ്പം അഹംബോധം അപകടകരമാണെന്ന് തിരിച്ചറിയണം. രണ്ടു തരം ആളുകളുണ്ട്. ഏത് കൂട്ടത്തിലാണ് ഞാനെന്നുകൂടി ഈ നാളുകളിലൊന്ന് കണ്ടെത്തേണ്ടതാണ്. തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ ലോകമെന്ന് വിശ്വസിക്കുന്നവരും അങ്ങനൊരു കൂട്ടരും, ഈ ലോകത്തിൽ തനിക്കും ഇടം കണ്ടെത്താൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്ന് കരുതുന്നവരും. ഇതില് ഞാൻ സത്യത്തിൽ ഏത് കൂട്ടത്തിലാണ്? എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ ലോകം അങ്ങനെ കരുതുന്ന ഒരാളാണ്. അതോ ഈ വലിയ ലോകത്ത് ഇത്രത്തോളം എത്താനായിട്ട് എനിക്ക് ഭാഗ്യം കൈവന്നു എന്നുള്ള വിനയബോധമുള്ളവരോ? അറിയില്ല. ഒന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ആമേൻ.